വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ടായിട്ടാണ്. 3 ലെയറിൽ 3 ഫ്ലേവറിൽ വരുന്ന ഒരു ഓറഞ്ച് യെല്ലോ പുഡിംഗ് ആയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 12ഓളം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് മോൾഡിലാണോ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലോട്ട് ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും ഈ ഒരു ബട്ടർ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റായി വരാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സെക്കൻഡ് ലെയർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഇനി ഞാനൊരു 1/4 കപ്പ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒരു കുറുകി വരുമ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലെയർ റെഡിയായി. ഇനി ഈ ഒരു ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒരു സെക്കൻഡ് ലെയറും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ലെയർ പുഡിങ്ങിലോട്ടുള്ള സെക്കൻഡ് ലെയറും റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ്സോളം ഫ്രിഡ്ജിൽ സെറ്റായി വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലോട്ടുള്ള 3rd ലെയർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓറഞ്ച് ജെല്ലി പൗഡർ ആ ഒരു പാക്ക് മൊത്തം ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പോളം നല്ല തിളച്ച വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു വലിയ ചൂട് അങ്ങ് പോയതിന് ശേഷം നമുക്ക് 3rd ലെയറായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഇത് മുകളിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നന്നായിട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് യെല്ലോ പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് ഇത് പുറത്തെടുക്കാം. പതുക്കെ എടുക്കണം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓറഞ്ച് യെല്ലോ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. 3 ലെയറിൽ 3 ഫ്ലേവറായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ